modern mode of business, internet and it helps the users. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത് ട്രഡീഷണൽ ബിസിനസ്സും അതുപോലെ തന്നെ മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ്സിനെ കുറിച്ചുമാണ്. അതായത് ട്രഡീഷണൽ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയത്, അതായത് ഇൻ്റർനെറ്റൊക്കെ വരുന്നതിന് മുമ്പ്, ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ബിസിനസ്സിനകത്ത് വരുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഏത് രീതിയിലാണോ ബിസിനസ് ചെയ്തിരുന്നത്, നോർമലി ട്രേഡ് ചെയ്തിരുന്നത്, സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്തിരുന്നത് ഏത് രീതിയിലാണോ അത് പഴയ നമുക്കറിയാം. അത് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യമൊന്നുമില്ലാതെ ത്രൂ ക്യാഷ് അല്ലേ, ഫിസിക്കൽ മണി, ക്യാഷ് കൊടുത്തിട്ട് അല്ലേ, അതുപോലെ തന്നെ തിരിച്ച് ക്യാഷ് വാങ്ങിയിട്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു പണ്ടത്തെ ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ പുതിയ മോഡ്സ് ഓഫ് ബിസിനസ്, ഈ ഒരു കാലഘട്ടത്തിൽ ബിസിനസ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ഓൺലൈനിലൂടെയാണ്. ആൾക്കാർ ഓൺലൈനിലൂടെയാണ് ഓർഡർ എടുക്കുന്നത്, ഓൺലൈനിലൂടെ തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഡെലിവറി അല്ലേ, അതുപോലെ തന്നെ ഡെലിവറി അവരുടെ സാധനം അവരുടെ വീട്ടിലേക്ക് ഡെലിവറി ആവുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലേ, അതിനിടയ്ക്ക് നടക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും എല്ലാ കാര്യങ്ങളും ഓൺലൈനിലൂടെ നടക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ അഥവാ ഇൻ്റർനെറ്റിൻ്റെ ഫെസിലിറ്റി ഇല്ലാതെ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ ലോകം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നോക്കാം. നോർമലി ടു ബൈ ഗൂഡ്സ് ആൻഡ് സർവീസസ് വി വിസിറ്റ് ദ നിയർ ബൈ മാർക്കറ്റ്. അപ്പോൾ മുമ്പ് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? നോർമലി നമ്മൾ എന്താ ചെയ്തിരുന്നത്? നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോകും, സാധനങ്ങൾ വാങ്ങും, തിരിച്ചു വരും. അതുപോലെ തന്നെ ടു ബുക്ക് ദി ട്രെയിൻ ടിക്കറ്റ്സ് വി ഗോ ടു ദ റെയിൽ റിസർവേഷൻ കൗണ്ടേഴ്സ്. അതായത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ പോയിരുന്നു? റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. അതുപോലെ തന്നെ ടു മേക്ക് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ഓഫ് മണി വി വിസിറ്റ് ബാങ്ക് പേഴ്സണലി അല്ലേ, മണി ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും നമ്മൾ മുമ്പ് ബാങ്കിൽ പോയിരുന്നു അല്ലേ. നൗ ഡേയ്സ് ഓൾ ദീസ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ അറ്റ് അവർ ഡോർ സ്റ്റെപ്സ്. ഇന്ന് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല നമുക്ക് ബാങ്കിങ്ങിലെ എല്ലാത്തരം ട്രാൻസാക്ഷൻസും നമുക്ക് ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾ ദീസ് ട്രാൻസാക്ഷൻസ് ആർ നൗ ബീങ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഇന്ന് ഈ തരത്തിലുള്ള എല്ലാത്തരം സർവീസുകളും ചെയ്യുന്നത്. വി ക്യാൻ വിസിറ്റ് ദ വേൾഡ് മാർക്കറ്റ് അറ്റ് എനി ടൈം ജസ്റ്റ് സിറ്റിംഗ് അറ്റ് അവർ ഹോം. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് വേൾഡ് മാർക്കറ്റിനെ കാണാൻ വേണ്ടി പറ്റും. വേൾഡിൽ ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ പ്രൈസിലാണ് വിൽക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. വി ക്യാൻ അവൈൽ ഓഫ് മെനി ഫെസിലിറ്റീസ് വിത്തൗട്ട് വിസിറ്റിംഗ് ദ ഷോപ്സ് ഓർ മാർക്കറ്റ് ഫിസിക്കലി. അപ്പോൾ മാർക്കറ്റിൽ പോവാതെ, ഷോപ്സ് പോയിട്ട് വിസിറ്റ് ചെയ്യാതെ നമുക്ക് എല്ലാത്തരം ഫെസിലിറ്റികളും നമുക്കിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഓൾ ദീസ് ഡെവലപ്മെൻറ്റ്സ് ആർ ദ റിസൾട്ട് ഓഫ് ദ ചേഞ്ചസ് ഇൻ ദ ഇക്കണോമിക് പോളിസീസ് എഫക്റ്റഡ് ബൈ ദി ഗവൺമെൻറ്. അപ്പോൾ ഇത്തരം ഡെവലപ്മെൻറ്റുകൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് പോളിസീസൊക്കെ നമുക്കറിയാം അല്ലേ, ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ ലോകത്ത് വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തും വന്നു. അത് ആരെ ആക്സെപ്റ്റ് ചെയ്തു? നമ്മുടെ ഗവൺമെൻറ് ആക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റൈസേഷനും അതുപോലെ തന്നെ എന്താണ് ഒരു ഡിജിറ്റൽ ഇന്ത്യക്കും വലിയ രീതിയിലുള്ള സ്വാധീനം നമ്മുടെ രാജ്യത്തുണ്ടായി എന്നുള്ളതാണ്. ലേൺ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഓൾ ദീസ് മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലൂടെ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മോഡ് ഓഫ് ബിസിനസ്. ടു ബൈ ഗൂഡ്സ് ആൻഡ് സർവീസസ് വി യൂഷ്വലി ഗോ ടു എ നിയർ ബൈ മാർക്കറ്റ് പേഴ്സണലി വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ടു ഗെറ്റ് ടുഗദർ ഫോർ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഇത് നോർമലായിട്ടുള്ള നമ്മൾ എന്താണ് ഷോപ്പിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു അല്ലേ, നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, അയാൾ നമുക്ക് സാധനം തരുന്നു. അതൊരു നോർമലായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ ട്രാൻസാക്ഷനാണ്. അതുപോലെ തന്നെ ദ ബയോ ചെക്ക് ദ ക്വാളിറ്റി ആൻഡ് ബാർഗെയിൻ ദ പ്രൈസ് അല്ലേ. ബയർ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അല്ലേ നമ്മളത് ബാർഗെയിൻ ചെയ്യും. ഇത് നമുക്ക് 500 രൂപയുടെ സാധനം ഇത് 400 രൂപയ്ക്ക് തരാൻ പറ്റുമോ, അതുപോലെ തന്നെ 450 രൂപയ്ക്ക് തരാൻ പറ്റുമോ, നമ്മൾ ബാർഗെയിൻ ചെയ്യും. അതുമാത്രമല്ല നമ്മളതിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് ചെക്ക് ചെയ്യും, നല്ല സാധനമാണോ എന്നും കൂടി ചെക്ക് ചെയ്യും. ദീസ് ആർ ദ കോമൺ മോഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ ഇതാണ്. എന്നാൽ ദി ആക്ടിവിറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ, marketing, selling, banking, insurance, etc. are all carried on at a faster speed through the use of computer and network. പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്, സെല്ലിംഗ് നടക്കുന്നുണ്ട്, ബാങ്കിങ് നടക്കുന്നുണ്ട്, ഇൻഷുറൻസ് നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് ത്രൂ നടക്കുന്നുണ്ട്. When all these activities are carried on electronically, it is commonly referred to as electronic business or
ഈ ബിസിനസ്. അപ്പോൾ മുമ്പ് നടന്നുകൊണ്ടിരുന്ന നോർമലായിട്ടുള്ള ബിസിനസ്, ഷോപ്പിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, ക്യാഷ് കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. എന്നാൽ ഇന്ന് നടക്കുന്ന പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും സെല്ലിങ്ങും ബാങ്കിങ്ങും ഇൻഷുറൻസും ഒക്കെ നമ്മൾ ഇലക്ട്രോണിക്കലി അല്ലേ, കമ്പ്യൂട്ടേഴ്സ് ഇൻ്റർനെറ്റ് ത്രൂ ചെയ്യുന്നതിന് നമ്മൾ ഈ ബിസിനസ് എന്നാണ് പറയുന്നത്, അഥവാ ഇലക്ട്രോണിക് ബിസിനസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ഓൺലൈൻ ഡെലിവറി ആപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സാണ്, ഇലക്ട്രോണിക് ബിസിനസ്സാണ്. സോ ഇൻ്റർനെറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഓൾ ഈ ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇൻ്റർനെറ്റ് ഈ എല്ലാ തരത്തിലുള്ള ബിസിനസ്സിനകത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇൻ്റർനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ദി ഇൻ്റർനെറ്റ് സംടൈംസ് കോൾഡ് സിംപ്ലി ദ നെറ്റ് is a worldwide system of computer network through which the users at any computer can access the information from other computers. അപ്പോൾ ഇതിന് സിമ്പിളി നമ്മൾ നെറ്റ് എന്നാണ് പറയുന്നത് അല്ലേ, നെറ്റ് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഇറ്റ്സ് എ വേൾഡ് വൈഡ് സിസ്റ്റമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആക്സസ്, കമ്പ്യൂട്ടർ ഇന്ന് മൊബൈൽ ഫോണിലൂടെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് കൂടുതൽ ആക്സസ് ചെയ്യുന്നത്. എന്നാൽ ആദ്യകാലങ്ങളിൽ ഇത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരുന്നു നടന്നിരുന്നത്. സോ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് മീഡിയാസിലൂടെ നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാനും ആക്സസ് ചെയ്യാനും നമുക്ക് പറ്റുന്നുള്ളതാണ് ഇൻ്റർനെറ്റിൻ്റെ പ്രത്യേകത. സോ ഇൻ്റർനെറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ഹെൽപ്സ് ദ യൂസേഴ്സ് ബ്രൗസ് ദ ഇൻഫർമേഷൻ ഓൺ എനി ടോപ്പിക് ത്രൂ വേൾഡ് വൈഡ് വെബ് www അല്ലേ. നമ്മളെല്ലാത്തിനും www. എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് ടൈപ്പ് ചെയ്യുക. സോ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളും നമുക്ക് ഇൻ്റർനെറ്റിലൂടെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല നമുക്ക് റീഡ് ന്യൂസ് അവൈലബിൾ ഫ്രം ലീഡിങ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ടെലിവിഷൻ ചാനൽസ് ഇല്ലേ. നമുക്ക് ഇൻ്റർനെറ്റിലൂടെ യൂസ് ചെയ്തുകൊണ്ട് ടി വി കാണാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ന്യൂസ് വായിക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല എക്സ്ചേഞ്ച് മെസ്സേജസ് യൂസിങ് ഇമെയിൽ ഇല്ലേ, ഇമെയിൽ ത്രൂ നമുക്ക് മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. സെർച്ച് ഡാറ്റാബേസ് ഓഫ് ഗവൺമെൻറ്, ഇൻഡിവിജ്വൽ ആൻഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഇല്ലേ. പ്രൈവറ്റ് ഓർഗനൈസേഷൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഡാറ്റാബേസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ലൈ ആധാറും കാര്യങ്ങൾ പാൻ കാർഡും എല്ലാം അപ്ലൈ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ഓൺലൈനിലൂടെയാണ്, ഇൻ്റർനെറ്റ് ത്രൂ ആണ്. അതുമാത്രമല്ല ട്രാൻസ്ഫർ ഓഫ് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം, പിക്ചേഴ്സ് ആനിമേഷൻസ് എല്ലാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് ബൈ ചാറ്റിംഗ് ഓർ ടോക്കിംഗ് ടു ദം പേഴ്സണലി വെൻ ബോത്ത് ഓഫ് ദം ആർ കണക്റ്റഡ് ടു ദി ഇൻ്റർനെറ്റ് അല്ലേ. ഇൻ്റർനെറ്റിലൂടെ നമുക്ക് വാട്സപ്പ് ചാറ്റ് അല്ലേ, വാട്സപ്പ് ചാറ്റ്, ഫേസ്ബുക്ക് ചാറ്റ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമൊക്കെ വലിയ രീതിയിൽ ആൾക്കാരെ സ്വാധീനിക്കും. ഇന്ന് ആൾക്കാർക്ക് ആ സാധനങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയുന്ന സംഭവമാണ്. ആ രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ബ്രൗസ് ആൻഡ് സെർച്ച് ദ കാറ്റലോഗ് ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് പർച്ചേസ് ഐറ്റംസ് ഓൺലൈൻ ഇല്ലേ. ആമസോണിലൂടെയും ഫ്ലിപ്കാർട്ടിലൂടെയും നമ്മൾ സാധനങ്ങൾ സെർച്ച് ചെയ്യുന്നു, എന്നിട്ട് നമ്മളത് പർച്ചേസ് ചെയ്യുന്നു. അതുമാത്രമല്ല എ സെറ്റ് ഓഫ് വെബ്സൈറ്റ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫ് യുവർ ഓർഗനൈസേഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്കും ഇതേപോലെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ വിട്ടിട്ട് നമുക്കത് വിൽക്കാനൊക്കെ പറ്റും എന്നാണ് പറയുന്നത്. നോർമലി നമ്മൾ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പോൾ പറയുന്നത്, ട്രാൻസാക്ഷൻ പ്രോസസ്സാണ്. നമ്മൾ ഓൺലൈനിൽ കയറിയിട്ട് ഇപ്പോൾ ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ നമ്മൾ കയറുന്നു. എന്നിട്ട് നമുക്കിപ്പോൾ മൊബൈൽ ഫോണാണ് വേണ്ടതെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നല്ല ഒരുപാട് മൊബൈൽ ഫോൺസ് നമുക്ക് കാണിക്കും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് വേണ്ടത് നമ്മൾ ഓർഡർ ചെയ്യുന്നു. ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നു. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഡെലിവറി ചെയ്യുന്നു അല്ലേ. നമുക്കത് നമ്മുടെ വീട്ടിലേക്ക് നമുക്കത് കിട്ടിയതിന് ശേഷം ആഫ്റ്റർ സെയിൽ സർവീസ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് മൊബൈൽ ഫോണിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ അത് ശരിയാക്കി തരും, അല്ലെങ്കിൽ നമുക്ക് വേറെ മൊബൈൽ തരും. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയാനുള്ള കാരണം. Electronic commerce അല്ലേ. that commerce involved buying and selling and support services like transportation, insurance, banking, communication. അതായത് ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്, അതും ഇന്ന് ഇലക്ട്രോണിക്കലി ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇൻഷുറൻസ് ഇലക്ട്രോണിക്കലിയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല ബാങ്കിങ് അല്ലേ, കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്കലിയാണ്. അതുമാത്രമല്ല കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്കിന്ന് ഒന്നും നടക്കില്ല. അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങൾ എല്ലാത്തിനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഇലക്ട്രോണിക്കലി അഥവാ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. E-commerce refers to the process of conducting business with the help of electronic devices using the computer and interconnected telecommunication network അല്ലേ. അപ്പോൾ ഇ-കൊമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിൻ്റെ ഹെൽപ്പോട് കൂടി? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലേ. കമ്പ്യൂട്ടറും അതുപോലെ തന്നെ
കണക്റ്റഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അതായത് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇ കൊമേഴ്സ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ഇതിനെ നമ്മൾ ഇതിനെ നമുക്ക് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നുണ്ട് നമ്മൾ, അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയും, അതുപോലെ തന്നെ ഇ ഷോപ്പിംഗ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരുകളാണ്. നോർമലി നമുക്ക് ഇ കൊമേഴ്സ് 3 രീതിയിലാണ് കാണാൻ വേണ്ടി പറ്റുക. ഒന്ന് ബിസിനസ് ടു ബിസിനസ്, B2B, അതുപോലെ തന്നെ ബിറ്റ്വീൻ കമ്പനീസ് ആൻഡ് ദെയർ കസ്റ്റമേഴ്സ്, B2C, ആൻഡ് കസ്റ്റമേഴ്സ് ടു കസ്റ്റമർ, C2C. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. B2B എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ് ആൾക്കാർ സാധനങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് അത് ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്നു. ഹോൾസെയിലേഴ്സ് എന്താ ചെയ്യുന്ന? ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾ മറ്റൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കുന്നു, സാധനങ്ങൾ വിൽക്കുന്നു. അപ്പോൾ അതിനെ B2B എന്നാണ് പറയുക, B2B. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ടുണ്ടാകും, ആലിബാബ ഇല്ലേ, ആമസോൺ പോലുള്ള, ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെ തന്നെ ഒരു ഹോൾസെയിൽ സ്റ്റോറാണ് ശരിക്കും പറഞ്ഞാൽ ആലിബാബ. അപ്പോൾ അത് എന്താണ്? ചൈനീസ് ബേസ്ഡ് കമ്പനിയാണ്. അവർ ഹോൾസെയിലായിട്ട്, അതായത് 1-2 ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റില്ല. നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഒരു ബൾക്കായിട്ട് അവരിൽ നിന്ന് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വാങ്ങാം, എന്നിട്ട് നമുക്കത് റീറ്റെയിലായിട്ട് ആൾക്കാർക്ക് വിൽക്കാം. അപ്പോൾ അതിനെ പറയുന്നത് B2B എന്നാണ് പറയുന്നത്. B2B ബിറ്റ്വീൻ കമ്പനീസ് ആൻഡ് ദെയർ കസ്റ്റമേഴ്സ്, B2C ആണ്. ഇത് നോർമൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും വാങ്ങുന്നു, ബിസിനസ്സുകാരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ വാങ്ങുന്നു. B2C ആണ്. നമ്മൾ കസ്റ്റമറും അവർ ബിസിനസ്സുമാണ്. അടുത്ത വേറൊന്നും കൂടിയുണ്ട്, കസ്റ്റമേഴ്സ് ടു കസ്റ്റമർ. കസ്റ്റമേഴ്സ് ടു കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം OLX പോലുള്ള സംഭവങ്ങൾ, അതായത് നമ്മൾ യൂസ് ചെയ്ത സാധനം, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ നമ്മൾ എവിടെ ഇടുന്നു? OLX ഇടുന്നു. അപ്പോൾ വേറൊരു കസ്റ്റമർ ഇത് വാങ്ങുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളും കസ്റ്റമർ തന്നെയാണ്, അവരും കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അവർക്ക് വിൽക്കുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് C2C ആണ്. അപ്പോൾ OLX പോലുള്ള സൈറ്റുകൾ ഇത് ചെയ്യുന്നത് C2C ആണ്. അപ്പോൾ നോർമലി ഈ 3 രീതിയിലുള്ള ബിസിനസ് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ B2B എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്, ടു ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എ മാനുഫാക്ചറർ ആൻഡ് എ സപ്ലയർ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സർവീസസ്. ഒരു മാനുഫാക്ചറിൽ നിന്നും സപ്ലയറിലേക്ക് മെറ്റീരിയൽ ആൻഡ് സർവീസസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചറിൽ നിന്ന് ഹോൾസെയിലറുടെ കയ്യിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹോൾസെയിലറുടെ കയ്യിൽ നിന്നും റീറ്റെയിലറുടെ കയ്യിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ സാധനങ്ങൾ വാങ്ങിയിട്ട് സ്വന്തം യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല, അവർ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ അതെല്ലാം B2B ആണ്. രണ്ടാമത്തെ B2C ആണ്, ബിസിനസ് ടു കസ്റ്റമേഴ്സ്. ബിസിനസ് ഫേംസ് മാനുഫാക്ചർ ഓർ റീറ്റെയിലേഴ്സ് അറ്റ് വൺ എൻഡ് ആൻഡ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഓൺ ദി അതർ ഹാൻഡ്. ഒരു സൈഡ് ബിസിനസ് ചെയ്യുന്ന ആളും മറ്റേ സൈഡ് സാധനം വാങ്ങുന്ന കസ്റ്റമറുമാണ് ഉണ്ടാവുക. ഇറ്റ് എനാബിൾ എ ബിസിനസ് ഫേംസ് ടു ബി ഇൻ ടച്ച് വിത്ത് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഓൺ റൗണ്ട് ദ ക്ലോക്ക് ബേസിസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ബിസിനസ് ഫേം ഉണ്ടാവും, എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ കസ്റ്റമർ ഉണ്ടാവും. അപ്പോൾ ഇത് എന്താണ്? ഇവർ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ എന്താണ് മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഹോൾസെയിലേഴ്സ് ആരും ആവാം. ഇപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ഹോൾസെയിലേഴ്സ് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ടാവാം, അതുപോലെ തന്നെ മാനുഫാക്ചറേഴ്സ് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കാം. അപ്പോൾ അത് ആര് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ബിസിനസ് ചെയ്യുന്ന ആളും മറ്റു സൈഡ് കസ്റ്റമറും ആയിരിക്കും ഉണ്ടാവുക. ഇറ്റ് ഇൻവോൾവിങ് എ വൈഡ് റേഞ്ച് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് പ്രൊമോഷൻ, സീക്കിംഗ് ഓർഡർ, ഇൻറ്റിമേറ്റിംഗ് സപ്ലൈ. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പ്രൊമോഷൻ നടക്കുന്നുണ്ട് പ്രൊഡക്റ്റിൻ്റെ, അതുപോലെ തന്നെ സീക്കിംഗ് ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്, ഇൻറ്റിമേറ്റിംഗ് സപ്ലൈ, ആൾക്കാർക്ക് കസ്റ്റമർക്ക് സാധനം കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ B2Cയിൽ വെച്ച് നടക്കുന്നുണ്ട്. അടുത്ത C2C ആണ്, കൺസ്യൂമേഴ്സ് അറ്റ് ബോത്ത് എൻഡ്സ് ഡീലിംഗ് ഇൻ ഗുഡ്സ്. അതായത് കസ്റ്റമേഴ്സ് തന്നെ യൂസ് ചെയ്ത പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു? മറ്റൊരാൾക്ക് സെയിൽ ചെയ്യുന്നതാണ് C2C എന്ന് പറയുക. അപ്പോൾ രണ്ട് സൈഡും കസ്റ്റമർ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നോ എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് മെക്കാനിസം, അതിനൊരു വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് മെക്കാനിസം ഇല്ല. അപ്പോൾ അത് എന്താണ് ചെയ്യുന്നത്? ആൾക്കാർ സാധനങ്ങൾ വേണ്ടെങ്കിൽ അതൊരു ഒന്നുകിൽ അവർ OLX ഇടും, അല്ലെങ്കിൽ നേരിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഓൺലൈനിലൂടെ കാണിച്ചിട്ട് അത് സെയിൽ ചെയ്യും. അപ്പോൾ C2C ആണത്. അടുത്ത പറയുന്നത് ഇലക്ട്രോണിക് ബിസിനസ്. ദ ടേംസ് ഇ-കൊമേഴ്സ് ആൻഡ് ഇ-ബിസിനസ് ഇൻ്റർചേഞ്ചബിളി. ദ ടേം ഇ-ബിസിനസ് ഈസ് യൂസ്ഡ് ഇൻ എ ബ്രോഡർ സെൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇ-കൊമേഴ്സും ഇ-ബിസിനസ്സും ഒന്നല്ല. ഇ-ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്രോഡർ കൺസെപ്റ്റാണ്, എല്ലാത്തിനും കൂടി പറയുന്നതാണ് ഇ-ബിസിനസ് എന്ന് പറയുക. ഇ-കൊമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സെയിൽസിനെ മാത്രം പറയുന്നതാണ്, ഓൺലൈനിലൂടെ നടക്കുന്ന ട്രേഡിനെ മാത്രമാണ് ഇ-കൊമേഴ്സ് എന്ന് പറയാം. എന്നാൽ ഇ-ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിലൂടെ നടക്കുന്ന എല്ലാ ബിസിനസ്സിനെയും നമുക്ക് മൊത്തത്തിൽ ഇ-ബിസിനസ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇ-കൊമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇ-ബിസിനസ്സിൻ്റെ മെറിറ്റും
ഡീമെറിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെറിറ്റാണ് വൈഡർ ആക്സസിബിലിറ്റിയാണ്. ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് നിന്ന് വേണമെങ്കിലും നമുക്കത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു സാധനം ഓർഡർ ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ ഒക്കെ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല ഇംപ്രൂവ്ഡ് കസ്റ്റമർ സർവീസ് അല്ലേ, ഓൺലൈനിലൂടെ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് ആർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും? എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഓൺലൈനിലൂടെ തന്നെ അവർ ഇമെയിൽ ത്രൂവും കോൾസ് ത്രൂ ഒക്കെ ആയിട്ട് ആൾക്കാരുടെ സർവീസും കാര്യങ്ങളെല്ലാം കൊടുക്കും. കസ്റ്റമർ സർവീസ് ഇമ്പ്രൂവ് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ കോളും ഇൻ്റർനെറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ച് നോക്കി. ഒരാൾ ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തി സാധനം ശരിയല്ലെങ്കിൽ അയാൾക്ക് അത് കോൺടാക്റ്റ് ചെയ്ത് ശരിയാക്കാനുള്ള യാതൊരു തരത്തിലുള്ള സർവീസും ലഭിക്കില്ല. അത് മാത്രമല്ല ഷോർട്ട് ടേൺ ട്രാൻസാക്ഷൻ ടൈം, വളരെ ക്വിക്ക്, പെട്ടെന്ന് തന്നെ നമുക്കതിനെ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് മാത്രമല്ല കോസ്റ്റ് സേവിങ്സ് ആൻഡ് ലോ പ്രൈസസ് ഇല്ലേ. എന്താണ് കോസ്റ്റ് സേവിങ്സ്? നമുക്ക് ചിലവ് കുറവാണ്, നമുക്ക് ടൗണിൽ പോകേണ്ട ആവശ്യമില്ല, പിന്നെ അവിടെ പോയിട്ട് നമ്മളെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ സമയം ലാഭമാണ്. ഓൺലൈനിലൂടെ ജസ്റ്റ് നോക്കുക, ക്ലിക്ക് ചെയ്യുക, ഓർഡർ ചെയ്യുക, സാധനം വരും. അതുപോലെ തന്നെ എൻലാർജ് ബിസിനസ് ആൻഡ് പ്രോഫിറ്റ്. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ മാർക്കറ്റിനൊരു ലിമിറ്റേഷൻസ് ഇല്ല, ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും അയാൾക്ക് സാധനം വിൽക്കാം. എൻലാർജ് ബിസിനസ് ആൻഡ് പ്രോഫിറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല കൺവീനിയൻസ് ടു കസ്റ്റമേഴ്സ് ഇല്ലേ. കസ്റ്റമേഴ്സിന് വലിയ രീതിയിലുള്ളൊരു കൺവീനിയൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരുങ്ങിയിട്ട് ടൗണിൽ പോകേണ്ട ആവശ്യമില്ല, എവിടെയും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നിൽക്കുക, അക്കൗണ്ടിൽ ക്യാഷ് മാത്രം ഉണ്ടായാൽ മതി. അയാൾക്ക് ഓൺലൈനിലൂടെ ട്രാൻസാക്ഷൻ ചെയ്ത് സാധനം വരുത്താനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഓൺലൈനിലൂടെ പറ്റും. ഇനി നെക്സ്റ്റ് നോക്കുന്ന ഡീമെറിറ്റ് ആണ്. ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ ലാക്സ് ഓഫ് പേഴ്സണൽ ടച്ച്. ആൾക്കാരുമായിട്ട് വലിയൊരു ടച്ച് ഉണ്ടായില്ല. ഷോപ്പിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും, പക്ഷേ അയാളുമായിട്ട്, ഷോപ്പിലെ സെയിൽസ്മാനായിട്ട് അല്ലെങ്കിൽ ഓണറായിട്ട് നമുക്കൊരു ടച്ച് ഉണ്ടാവില്ല. രണ്ടാമത്തെ കനോട്ട് ആക്ച്വലി ട്രൈ ഓൺ ദി ഗുഡ്സ് അല്ലേ. ആക്ച്വലി നമുക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള എന്താണ് പ്രൊഡക്റ്റ് എന്ന് കണ്ടിട്ട് വാങ്ങുന്നതല്ല. ഓൺലൈനിലൂടെ ഒരു ഫിസിക്കലായിട്ടൊരു ഫോട്ടോ മാത്രമായിരിക്കും നമുക്ക് കാണുക, അപ്പോൾ അത് കണ്ടിട്ട് വാങ്ങുന്നതാണ്. ഓക്കെ, പിന്നെ അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനോ ഇതാക്കാനോ അല്ലേ, അത് നല്ലതാണോ നോക്കാനോ, നമുക്കൊന്നും അതിൻ്റെ ക്വാളിറ്റി തൊട്ട് നോക്കാനോ നമുക്ക് പറ്റില്ല. ടേക്സ് എ ലോങ് ടൈം ആൻഡ് ബി ഡിലേഡ് അല്ലേ. നമ്മളൊരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയം പറയും. ചിലപ്പോൾ 7 days അല്ലെങ്കിൽ 14 days ഒക്കെ സമയം പറയും. അപ്പോൾ അതിനുള്ളിലായിരിക്കും കിട്ടുക. നേരെ മൊത്തം ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് നമുക്കത് വാങ്ങിയിട്ട് വരാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല ഡിഫിക്കൽട്ട് ടു റിട്ടേൺ ഓഫ് ഫോൾട്ടി ഗുഡ്സ് അല്ലേ. നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റുകൾ ഫോൾട്ടി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിട്ടേൺ ചെയ്യാൻ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലേ. അത് ഓർഡർ ക്യാൻസൽ ചെയ്യണം, എന്നിട്ട് ആ സാധനങ്ങൾ റിട്ടേൺ പാക്ക് ചെയ്യണം, എന്നിട്ട് അത് ആൾക്കാർ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസ് അതിനകത്തുണ്ട്. അപ്പോൾ എന്നിട്ട് അത് തിരിച്ച് വരുന്ന സമയത്ത് വീണ്ടും സമയമെടുക്കും അല്ലേ. അത് മാത്രമല്ല ഷോപ്പിംഗ് ത്രൂ ഇൻ്റർനെറ്റ് ഈസ് നോട്ട് ദ സെയിം എക്സ്പീരിയൻസ്. അപ്പോൾ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അതായത് നേരിട്ട് പോയി വാങ്ങുന്ന അതേ എക്സ്പീരിയൻസ് അല്ല നമുക്കുണ്ടാവുക. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ആ ഒരു ഫീൽ നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്പർ ഓഫ് റിസ്ക്കും കൂടുതലാണ്. ചിലപ്പോൾ ഓൺലൈനിലൂടെ നമ്മളെ ചീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഓൺലൈനിലൂടെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സാധനം വരാത്ത സിറ്റുവേഷൻസ് വരാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട്. ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുന്നതിലൂടെ, ഓൺലൈനിലൂടെ ഷോപ്പിംഗ് ചെയ്യുന്നതിലൂടെ ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൊമേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഏത് രീതിയിലാണ് നമ്മൾ ഈ ബാങ്കിങ്, അതുപോലെ തന്നെ പോസ്റ്റ്, ട്രേഡിംഗ്, അഡ്വർടൈസിങ്, ടിക്കറ്റിംഗ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാങ്കിങ് നോക്കാം. നമുക്ക് ബാങ്കിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ബാങ്കിങ്, ദ സെനറിയോ ഇൻ ബാങ്ക്സ് നൗ ഡേയ്സ് ഈസ് വെരി ഡിഫറെൻറ്റ്. One can withdraw and deposit money at his her own convenience. Having account in one place in India, one can transact in any part of the country. Some of new trends in banking sector are as follows. അതായത് നമുക്കിന്ന് ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് ഓൺലൈനിലൂടെ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഏത് നാട്ടിലാണ് നമുക്ക് അക്കൗണ്ട് ഉള്ളതെങ്കിലും അതിൻ്റെ ബ്രാഞ്ചസ് ഇന്ത്യയുടെ പല ഭാഗത്തുണ്ടാവും. അപ്പോൾ ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും പോയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല, നമ്മുടെ കയ്യിലൊരു ATM കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ ATM തന്നെ ആവണമെന്നില്ല, ഏത് ബാങ്കിൻ്റെ ATM ആണെങ്കിലും നമുക്കതിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുമാത്രമല്ല, ഇപ്പോൾ ഡെപ്പോസിറ്റ് മെഷീൻസ് ഉണ്ട്. നമുക്ക് ബ്രാഞ്ചിൽ പോകാതെ തന്നെ ഡെപ്പോസിറ്റ് മെഷീൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ പറയുന്നത് ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു വലിയൊരു കൺസെപ്റ്റാണ്. അത് വൈഡറാണ്. അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളെല്ലാം ദിവസം പോകുന്തോറും ശരിക്കും പറഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഉള്ളത്.
അല്ലേ? അപ്പോൾ ആൾക്കാർ ഇന്ന് വീഡിയോ കോളിലൂടെ സംസാരിച്ച് ട്രാൻസാക്ഷൻസ് നടത്തുന്നതൊക്കെ ഒരു ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസാണ് ഇന്ന് ബാങ്കിങ് മേഖലയിലുള്ളത്. അതിലാദ്യത്തെയാണ് ടെലി ബാങ്കിങ് എന്ന് പറയുക. ടെലി ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ബാങ്കിൻ്റെ ഇപ്പോൾ നമുക്കിത് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ബാങ്കിലേക്ക് വിളിച്ചാൽ മതി. ടെലി ബാങ്കിങ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാത്തിനും ഒരു കസ്റ്റമർ കെയറിന് ഒരു നമ്പർ ഉണ്ടാവും, അതിലേക്ക് വിളിച്ചാൽ മതി. അതുമാത്രമല്ല ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലേ, മൊബൈലിലൂടെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ നമ്മുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനും പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതുമാത്രമല്ല എ ടി എം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും എന്തുണ്ടാവും, എ ടി എം ഉണ്ടാവും. നമ്മൾ ഒരു ചെറിയൊരു ടൗണിൽ തന്നെ പോയി കഴിഞ്ഞാൽ പല ബാങ്കുകളുടെയും ഒരുപാട് എ ടി എമ്മുകൾ നമുക്ക് കാണാം. നമുക്ക് ക്യാഷ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ചില ബാങ്കുകൾ, എല്ലാ ബാങ്കുകളല്ല, എന്നാൽ ചില ബാങ്കുകൾ പ്രധാനപ്പെട്ട ഏരിയയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടി അവർ തന്നെ അറേഞ്ച് ചെയ്യാറുണ്ട്. അതുമാതിരി ഡെബിറ്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്, ക്യാഷ് എടുക്കാൻ വേണ്ടി പറ്റുന്നതിനെ നമ്മൾ ഡെബിറ്റ് കാർഡ് എന്ന് പറയും. ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിലും നമുക്ക് കടമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ക്യാഷ് പിൻവലിക്കാനൊക്കെ പറ്റും. പക്ഷേ ബാങ്ക് പറയുന്ന കൃത്യമായ സമയത്തിനകം നമ്മൾ തിരിച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ലോൺ പോലെയാണ് ക്രെഡിറ്റ് കാർഡ് ശരിക്കും. അടുത്ത പറയുന്നത് ടിക്കറ്റിംഗ് ആണ്. പർച്ചേസിങ് ടിക്കറ്റ് ഹാസ് ബിക്കം so easy now that you can make a railway reservation sitting at home. If you have access to internet, you can have all the details of railway informations and accordingly you can book a ticket. You have to make payment through credit card or debit card, online booking of tickets. You can also buy air tickets through similar method. The highest bidder avail the opportunity of traveling at a rate much lower than the original price. The e-ticketing service is also available through mobile phones. അതായത് മൊബൈലിലൂടെ തന്നെ നമ്മളൊരു റെയിൽവേൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഏതൊക്കെ ദിവസം ഏതൊക്കെ ട്രെയിനുകൾ ഉണ്ടെന്ന് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ഏതൊക്കെ സമയം, അതുപോലെ തന്നെ എത്രയാണ് ടിക്കറ്റ്, ആരൊക്കെയാണ്, അവരുടെ പേരും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. അതിനുശേഷം പേയ്മെൻറ്റ് ഓപ്ഷൻസ് കാണാം. ആ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഇന്ന് ഓൺലൈനിലൂടെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്തത് അഡ്വർടൈസിംഗ് ആണ്. ഇൻ്റർനെറ്റ് അഡ്വർടൈസിംഗ് ഹാസ് revolutionized marketing strategies. Whereas in the net world, the surfer will only click on the advertisement of his or choice. He may select advertisement of his own interest. E-advertising is still in its infancy stage and covers only a small portion of the advertising market. നമുക്കറിയാം, ഇന്ന് അഡ്വർടൈസ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റാണ്. നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് വൈഡായിട്ട് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് കാണാം, പരസ്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ പെയ്ഡാണ് ശരിക്കും പറഞ്ഞാൽ. ആൾക്കാർ പണ്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് മതിൽ പതിപ്പിക്കുക, ആൾക്കാർക്ക് ഷെയർ ടൗണിൽ പോകുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ വഴിയരികിൽ നിന്നുകൊണ്ട് നോട്ടീസ് കൊടുക്കുക ഒക്കെയായിരുന്നു പണ്ടത്തെ രീതിയിലുള്ള മാർക്കറ്റിംഗ് എങ്കിൽ, അഡ്വർടൈസ്മെൻ്റ് എങ്കിൽ. ഇന്ന് ഓൺലൈനിലൂടെ ഫേസ്ബുക്കും മൊബൈൽ ഫോൺ വാട്സപ്പും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓപ്പൺ ആകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് പരസ്യങ്ങളാണ് നമുക്ക് കാണാം. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഇൻ്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. അടുത്ത പറയുന്നത് ട്രേഡിംഗ് ആണ്. ഓൺലൈൻ ട്രേഡിംഗ് സ്റ്റാർട്ടഡ് വിത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് OTCEI. The National Stock Exchange NSE and Bombay Stock Exchange BSE have also completely switched over to online trading. It is also taking off among small investors and traders in stock and shares. Internet makes available to them up to the minute information which until recently had only been available to financial institutions. ശരിക്കും പറഞ്ഞാൽ പണ്ട് NSEയിലും BSE, NSE എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, അതുപോലെ തന്നെ BSE എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് രാജ്യത്ത് ഏറ്റവും പ്രധാനമായിട്ട് ട്രേഡുകൾ നടത്തുന്നത്. ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികളുടെ ഷെയർസ് വാങ്ങുകയും വിൽക്കുന്നതും പ്ലേസാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാം. അപ്പോൾ മുമ്പൊക്കെ അതെന്താണ് ഫിസിക്കലായിരുന്നെങ്കിൽ ഇന്ന് കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. ഓൺലൈനിലൂടെ ട്രേഡിങ്ങിൻ്റെ ഒരുപാട് ആപ്പുകൾ നമുക്കറിയാം. ഓൺലൈനിലൂടെ ആപ്പ് സ്റ്റോക്കൊക്കെ നമുക്കറിയാം. ആപ്പ് സ്റ്റോക്കിലൊക്കെ ഇന്ന് ആൾക്കാർ ചെറിയ ചെറിയ എമൗണ്ട് ഇട്ടിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കമ്പനികളുടെ ഷെയർ വാങ്ങുകയും എന്നിട്ട് അതിൻ്റെ പ്രൈസ് ഡിഫറൻസ് വരുന്ന സമയത്ത്, പ്രൈസ് കൂടുന്ന സമയത്ത് അത് വിൽക്കുകയും വീണ്ടും വാങ്ങുകയും, അങ്ങനെ ട്രേഡിങ്ങിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. അതേപോലെ പോസ്റ്റ്, you know about email, which is the fastest means of communication to send and receive any information through email. We need to have a computer with internet connectivity, the email account of the sender and receiver. This technology has not yet reached the rural and other remote areas of our country.
ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇ പോസ്റ്റ് ഫെസിലിറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇമെയിൽ നമുക്കറിയാം അല്ലേ, മുമ്പ് മെയിലായിരുന്നു, ഇപ്പോൾ ഇമെയിലാണ്. ഇമെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രണ്ടുപേർക്കും എന്താണ് ഇമെയിൽ അഡ്രസ്സ് വേണം. ഇമെയിൽ ഐ ഡി ഇല്ലാത്ത ആൾക്കാരിൽ നിന്ന് വളരെ ചുരുക്കമായിരിക്കും, എല്ലാവർക്കും ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ പ്രധാനപ്പെട്ട ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒഫീഷ്യൽ മെസ്സേജസ് ഒക്കെ ഇന്ന് റിസീവ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഇമെയിലിലൂടെയാണ്. അപ്പോൾ ഇന്ന് എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളോട് എന്ത് ചോദിക്കാറുണ്ട്? മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസ് അവർ അയച്ചു തരുന്നത് ഇമെയിലിലൂടെയാണ്. സോ ദാറ്റ്സ് ഇ പോസ്റ്റാണ് ശരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ റൂറൽ ഏരിയാസിലെ പല ഭാഗങ്ങളിലും ഇന്ന് ആൾക്കാർക്ക് എന്തില്ല? ഇമെയിൽ അഡ്രസ്സോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഇമെയിലുകൾ അവരുടെ ഡെസ്റ്റിനേഷൻ പോസ്റ്റ് ഓഫീസിൽ നിന്നും അത് അവരുടെ ഇമെയിൽ പ്രിൻ്റ് ചെയ്തിട്ട് അത് അവരെ നോർമൽ പോസ്റ്റൽ ലെറ്റേഴ്സ് കൊടുക്കുന്ന പോലെ തന്നെ ഇന്ന് ഇമെയിൽസ് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇന്ന് റൂറൽ ഏരിയാസിലെ പല ആൾക്കാർക്ക് ഇൻ്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നോ ഇമെയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നോ അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോസ്റ്റ് സർവീസ് ഗവൺമെൻറ് കൊടുക്കുന്നില്ലേ.